സത്യത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആകെ ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയും വന്നതോടുകൂടി ഇനി പ്രവർത്തനം കേരളത്തിൽ കേന്ദ്രീകൃതമാവുകയാണ്. മാത്രമല്ല, സെക്രട്ടറി പദത്തിനു വേണ്ടി പിണറായി വിജയനുമായി അദ്ദേഹത്തിൻ്റെ എല്ലാ തട്ടിപ്പുകൾക്കും സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന MA ബേബിക്കിനി ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒരു മലയാളിയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായി വന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം എന്നതിനപ്പുറത്ത് ഈ നിയമനത്തിന് ഒരു പ്രസക്തിയുമില്ല. ഒരു ദേശീയ പാർട്ടിയെ നയിക്കാനുള്ള യോഗ്യത യാതൊന്നുമില്ല ആളല്ല MA ബേബി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ പാർട്ടിയുടെ അപജയമാണ്. സ്വന്തം ജനിച്ച മണ്ണിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രനോട് തോറ്റ MA ബേബി കേരള CPM-ലെ കണ്ണൂർ ലോബിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്, അല്ലെങ്കിൽ ദില്ലിക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ രാജ്യത്തൊരു സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ടിട്ടില്ല. സീതാറാം യെച്ചൂരി അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പേരുകളായിരുന്നു. അതിനു മുമ്പുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. ഇത് ഒരു സംസ്ഥാനം പോലും ചർച്ച ചെയ്യാത്ത ഒരു പേരിൻ്റെ ഉടമ അഖിലേന്ത്യാ സെക്രട്ടറിയായി വന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു അപജയമാണ് വ്യക്തമാകുന്നത്. MA ബേബി മുന്നിൽ നിന്ന് നയിച്ച ഒരു സമരം ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ ഇവിടെ കഴിയില്ല. അധികാരത്തിൻ്റെ ശീതളഛായയിലും സമ്പന്നമായ പുതിയ മാർക്സിസത്തിൻ്റെ തണലിലും വളർന്ന ഒരു സാധാരണ നേതാവ് അതുമാത്രമാണ് MA ബേബി എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടാം മുണ്ടശ്ശേരി എന്ന് വിളിച്ചിരുന്ന MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിന്. പക്ഷേ ബുദ്ധിജീവി എന്ന് വിളിച്ചിരുന്ന MA ബേബിയുടെ വിദ്യാഭ്യാസം വെറും പ്രീ ഡിഗ്രി എന്നുള്ളതാണ് സത്യം. SN കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്നുവെങ്കിലും അത് ജയിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ഒക്കെ ആയത് എന്നോർക്കണം. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ CPM-ന്റെ ഉരുക്കുകോട്ടയെന്ന് വിളിച്ചിരുന്ന കുണ്ടറ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രാവശ്യം MLA ആയി എന്നല്ലാതെ സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ നാട്ടുകാരനോട് തന്നെ തോറ്റു. അതിന് കാരണം തന്നെ MA ബേബിയെ എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാൾ CPM-ന്റെ ഈ രാജ്യത്തെ തന്നെ അമരക്കാരനായി വന്നത് വലിയ മുറുമുറുപ്പാണ് ഉള്ളത്. അതുമാത്രമല്ല, സ്വയം ശക്തി ക്ഷയിച്ചതുപോലെയുള്ള ഒരു തോന്നൽ CPM കേന്ദ്രങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. പാർട്ടിക്ക് ശക്തി കുറയുന്നുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും കാലത്തെ സെക്രട്ടറിമാരിൽ നിന്നും MA ബേബിയിലേക്കുള്ളൊരു മാറ്റം അത് പാർട്ടിയെ പിള്ളേരുകളിയായി കണ്ടു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത്.